ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരാൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ്, ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അതായത് എൻ്റെ വല്യമ്മേൻ്റെ 60ാമത്തെ പിറന്നാളായിരുന്നു കേട്ടോ. വല്യമ്മ എന്ന് വെച്ചാൽ അമ്മയുടെ ചേച്ചീൻ്റെ 60ാമത്തെ പിറന്നാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്മമ്മേൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ആഘോഷിക്കണത്. ഒരുപാട് കാലമായി എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചൊക്കെ കൂടിയിട്ട്. അപ്പോൾ പിന്നെ ഈ പരിപാടി എന്തായാലും നമുക്ക് എല്ലാവരും കൂടിയിട്ടൊന്ന് സെറ്റാക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഇതാക്കിയത് കേട്ടോ. അമ്മമ്മയ്ക്ക് 7 പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് കേട്ടോ ഉള്ളത്. അതിൽ മൂത്ത ആളാണ് വല്യമ്മ. അപ്പോൾ വല്യമ്മേൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമാക്കി അയച്ചു. ഗംഭീരം മീൻസ് അങ്ങനെയൊന്നുമില്ല, എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ എല്ലാവരും കൂടിയിട്ട് കൂടുക എന്നുള്ളതാണല്ലോ നമ്മളെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ എല്ലാവരും കൂടിയ ആ ഒരു നിമിഷമായിരുന്നു കേട്ടോ. കുറേ കാലമായി എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ കൂടിയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കും, എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ. അങ്ങനെയൊക്കെയാണ് കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇടത് ഭാഗത്ത് നിൽക്കുന്നതാണ് വല്യമ്മയുടെ ഇടത് ഭാഗത്ത് നിൽക്കുന്നതാണ് അമ്മമ്മ, വലത് ഭാഗത്ത് നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ അമ്മമ്മേൻ്റെ എല്ലാ മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ തൊട്ടുള്ള 1-2 അയൽവാസികളും വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹോള് ചെറുതാണ്, അപ്പോൾ എല്ലാവർക്കും നിൽക്കാനുള്ള സൗകര്യമൊന്നുമില്ല കേട്ടോ ഹാളിൽ. അപ്പോൾ കട്ടുമ്മലൊക്കെയാണ് കുട്ടിമക്കളൊക്കെ നിൽക്കുന്നതും. പറ്റുന്നവരൊക്കെ ഹോളിൽ നിന്ന്, ബാക്കി ബാലൻസ് ആയവരൊക്കെ ഉമ്മർത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് വല്യമ്മയ്ക്ക്. ഫോട്ടോ ഫ്രെയിം അമ്മമ്മയുടെ മക്കളെല്ലാവരും കൂടി നിൽക്കുന്ന ഫോട്ടോ, അമ്മമ്മയും മക്കളൊക്കെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണ്. പക്ഷെ അതിൽ മാമൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാമൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാമൻ ഇവരെല്ലാവരും കൂടി നിൽക്കുന്ന ഫോട്ടോ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലുള്ള ഫോട്ടോ ഫ്രെയിം ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ. അപ്പോൾ മക്കളും എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അമ്മമ്മയ്ക്ക് ഇത്രയും മക്കളുള്ളതുകൊണ്ട് ഞങ്ങളാണ് ശരിക്കും ലക്കി ആയിട്ടുള്ളത്. കാരണം കുറേ അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ലക്കിയാണ് ഞങ്ങൾ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഫാമിലി. പിന്നെ നമ്മൾ രാത്രിക്ക് ഫുഡ് ഓർഡർ ചെയ്യുക ചെയ്തത് കേട്ടോ. നമുക്ക് അത്രയും നേരം കഥ പറഞ്ഞിരിക്കാമല്ലോ, കുറേ സമയം കിട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അന്നത്തെ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പിറ്റേന്ന് രാവിലെ 5 മണി 5:30 വരെ ഇരുന്ന് കഥ പറയുമായിരുന്നു. 5:30ക്കാണ് പിന്നെ വന്ന് കിടന്നത്. അങ്ങനെ അപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ നമ്മുടെ പിറന്നാൾ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.